വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവദനത്തെ അറിയിക്കട്ടെ. വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടതയിലിരിക്കുന്നതിന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. ഒരു നോമ്പ് കാലം കൂടെ സമാഗതമായിരിക്കുക. നോമ്പ് കൂടുതൽ പ്രാർത്ഥനകളുടെയും തിരുവചന ധ്യാനത്തിൻ്റെയും ആത്മദമനത്തിൻ്റെയും നാളുകളാണ്. ഈസ്റ്ററിന് മുമ്പ് 40 ദിവസങ്ങളാണ് നോമ്പ് കാലം. നോമ്പിന് മനുഷ്യചരിത്രത്തോളം പഴക്കമുണ്ട്. എല്ലാ മത അനുഭവങ്ങളിലും നോമ്പിൻ്റെ അല്ലെങ്കിൽ ഉപവാസത്തിന് പ്രാധാന്യമുണ്ട്. ഹിന്ദുമതത്തിൽ വ്രതം എന്ന പേരിലാണ് ഉപവാസത്തെ അറിയപ്പെടുന്നത്. ഇസ്ലാം മതാനുസാരികൾക്ക് റംസാൻ നോമ്പ് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഈ കാലയളവിൽ ക്രിസ്തുമതവും ഇസ്ലാം മതവും ഒരുമിച്ച് നോമ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ക്രിസ്തുമാർഗം ഒരു മതം എന്ന നിലയിൽ രൂപപ്പെടുന്നതിന് മുമ്പ് എബ്രായ മതത്തിൽ ഉപവാസത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. ഉപവാസ അനുഷ്ഠാനങ്ങൾ യഹൂദ മതത്തിൽ ജീവിത അനുഭവങ്ങളുമായി ആത്മീയമായി ബന്ധപ്പെട്ടിരുന്നു. ഉദാഹരണം, മരണാനന്തര ദുഃഖാചരണങ്ങളിൽ നോമ്പെടുത്തിരുന്നു. ദൈവ കോപത്തിൽ നിന്ന് വേണ്ടി നോമ്പെടുത്തിരുന്നു. അപകടത്തിൽ നിന്ന് വിടുതലിന് നോമ്പെടുത്തിരുന്നു. ദൈവിക ദർശനം ശക്തിയും ലഭിക്കുന്നതിന് വേണ്ടിയാണ് നോമ്പ് ആചരണം എടുത്തിരുന്നത്. സ്വന്തം ആവശ്യങ്ങൾക്കായും വ്യക്തികളും നോമ്പെടുത്തിരുന്നു. ദുരിത വിമുക്തിക്കായി ദേശവും ഉപവസിച്ചിരുന്നു. 1 ശമൂവേൽ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. പാപപരിഹാര ദിവസത്തിൽ ഇസ്രായേൽ ജനം മുഴുവനും ജോലി ചെയ്യാതെ പരിത്യജിച്ച് നോമ്പ് എടുക്കണമെന്ന് നിയമമായിരുന്നു. ഉപവാസത്തെ യേശു ക്രമമായി ഒരു ജീവിത ക്രമമായി കണ്ടു. ദൗത്യ നിർവഹണം ഒരുക്കമെന്ന നിലയിൽ 40 രാവും 40 പകലും യേശു ഉപവസിച്ചു. പശ്ചാത്താപമായല്ല, ആത്മാവിനായുള്ള ശക്തീകരണ മാധ്യമമായിരുന്നു യേശുവിനെ സംബന്ധിച്ച് ഉപവാസം. ആദിമസഭ പ്രതിസന്ധികളെ നേരിട്ടപ്പോഴെല്ലാം ഉപവാസം അനുഷ്ഠിച്ച് ആത്മീയമായ ശക്തി നേടിയിരുന്നു. സഭയിൽ നോമ്പാചരണം അപ്പോസ്തലിക പിന്തുടർച്ചയായി ലഭിച്ചതായി നാം കരുതുകയാണ്. AD 325 നിക്കാ കൗൺസിലിനും ശേഷം ഈസ്റ്ററിന് വേണ്ടി വിശ്വാസികളുടെ ഒരുക്കത്തിനും ആന്തരിക പുതുക്കത്തിനും 40 നാളുകൾ നോമ്പാചരണത്തിനായി നിശ്ചയിച്ചു. പഴയ നിയമത്തിലെ മോശയുടെയും എലിയാവിൻ്റെയും 40 നാളുകൾ നീണ്ടുനിന്ന ഉപവാസം, അതുപോലെ യേശു മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചു തുടങ്ങിയവാണ് ഈ നോമ്പിൻ്റെ അടിസ്ഥാനം. ഇസ്രായേൽ ജനത്തിൻ്റെ 40 വർഷത്തെ മരുഭൂ പ്രയാണവും നോമ്പിൻ്റെ ദിവസങ്ങൾ ക്രമപ്പെടുത്തുന്നതിൽ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒന്നാമതായി നോമ്പിൻ്റെ പ്രായോഗികമായ ഒരു ദൈവശാസ്ത്രം. നോമ്പ് നൽകുന്ന ജീവിതത്തിന് പുനഃക്രമീകരണവും ജീവൻ്റെ സാമുദായിക അനുഭവവും കർമ്മ-അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുക്കപ്പെടുവാനായിട്ട് പാടില്ല. യെശയ്യാ പ്രവാചന പുസ്തകം 58-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ അവിടെ പഠിക്കുമ്പോൾ, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. പ്രവാചകനിലൂടെ അരുളി ചെയ്യപ്പെട്ട ഈ ആത്മീയമായ ഉപവാസം ഇന്നും ഒരു വെല്ലുവിളിയായി നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നു. ചാമ്പൽ ബുധൻ മുതൽ ഈസ്റ്റർ വരെ 7 ആഴ്ച പ്രത്യേകമായി വേർതിരിച്ച് നാം നോമ്പ് ആചരിക്കുന്നു. എന്തിന് നോമ്പ് ആചരിക്കണം? ഒരു ആത്മീയൻ്റെ ജീവിതം തന്നെ നോമ്പ് ആചരണം ആയിരിക്കേണ്ടതല്ലയോ? ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ്. 365 ദിനവും ഇഷ്ടഭക്ഷണവും ദുശീലങ്ങളും ഇവയിൽ മുഴുകി ജീവിക്കുകയോ ഇവയിൽ ജീവിക്കുന്നതോടൊപ്പം ആകുമ്പോൾ ഈ തിന്മകളിൽ നിന്നും സ്വയം ഉൾവലിയലിന് ഒരു ആത്മീയ പ്രാധാന്യമുണ്ട്. ചെയ്തു പോയ തെറ്റുകളെയും കുറവുകളെയും കുറിച്ചുള്ള ഒരു കുറ്റബോധമാണ് ഏതൊരാളെയും അനുതാപത്തിലേക്ക് നയിക്കുന്നത്. അത് തെറ്റുകുറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് അനിവാര്യമാണ്. തെറ്റിനെ തെറ്റാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നിടത്ത് അനുതാപവും അനുരഞ്ജനവും ആരംഭിക്കുന്നു. അതുപോലെയാണ് ക്രൂശ്. അത് അനുതാപത്തിലേക്കുള്ള കർത്താവിൻ്റെ ഒരു ക്ഷണമാണ്. 40 ദിനരാത്രങ്ങളുടെ ആ പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തി സ്വജീവിതത്തെ ക്രിസ്തു ക്രൂശിലൂടെ വിശുദ്ധീകരണത്തിൻ്റെ ആ പരിമിതിയിലേക്ക് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, വ്യക്തിപരമായ ആത്മീക ജീവിതത്തെ പുതുക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന നവ മാനവികതയിൽ അധിഷ്ഠിതമായ ഒരു ആത്മീയത സൃഷ്ടിക്കുന്നതിന് നോമ്പാചരണത്തിലൂടെ നമുക്ക് കഴിയണം. നമ്മുടെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടി സ്നേഹിക്കാൻ നമുക്ക് വീണ്ടും ഒരു അവസരം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ക്രൂശിൻ്റെ ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട്
കൂട്ടായ്മയിൽ ശക്തിപ്പെടുത്തുവാനായിട്ട് നോമ്പിൻ്റെ ആ ദിനങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ക്രിസ്തുവിലൂടെ ലോകത്തെ ജയിക്കുവാനായിട്ട് ക്രൂശിലൂടെ നമുക്ക് കാണിച്ചു തന്ന മാതൃക അത് പിന്തുടരുവാനും സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ നല്ല ദൈവമേ, സ്വർഗീയപിതാവേ, നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന മാതൃക എന്താണ്? ആ മാതൃക പിൻപറ്റി ക്രൂശിനെ അനുഗമിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഈ നോമ്പിൻ്റെ ദിനങ്ങൾ ഞങ്ങൾക്ക് അവിടെ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നോമ്പ് ദിനം ഏറ്റവും അനുഗ്രഹീതമായ കർത്താവേ, അനുരഞ്ജനത്തിൻ്റെ അനുതാപത്തിൻ്റെ ഹൃദയമുള്ള ഉടമകളായി തീരുവാൻ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും കർത്താവ് ഞങ്ങളുടെ ജീവിതയാത്രയിൽ സഹയാത്രികനായ കർത്താവിന് കൂടിയിരിക്കണമേ. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.